മദീനക്കാർ രണ്ട് വിഭാഗം ആളുകൾ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് എങ്ങോട്ടാണ് ഹിജ്റ പോയത്? മദീനയിലേക്ക് ഹിജ്റ പോയി. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിന്റെ 300 വർഷം മുമ്പ് അല്ലാഹുവിന്റെ ഹബീബിന് താമസിക്കാനുള്ള വീട് അല്ലാഹു നിർമ്മിച്ചു വെച്ചിട്ടാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഞാനത് പറയുന്നത് വെറുതെ അല്ല, ഇമാമികളൊക്കെ ഉദ്ധരിച്ചതാണ്. അതായത് മക്കക്കാര് പ്രവാചകനെ ഇവിടുന്ന് പറഞ്ഞ മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് പോകുമ്പോ മദീനയിൽ സ്വഹാബാക്കൾ ഇങ്ങനെ സ്വീകരിച്ചൊരു സംഭവം ലോക ചരിത്രത്തിൽ വിസ്മയകരമാണ് അല്ലേ? ആ സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ അവർ സ്വീകരിക്കാനുണ്ടായിരുന്ന കാരണം എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ജനിക്കുന്നതിന്റെ 300 വർഷം മുമ്പ് യമനിലെ രാജാവാകുന്ന തുബ്ബ എന്ന് പറഞ്ഞാൽ ആ പ്രദേശം ഭരിക്കുന്ന രാജാവിന്റെ പേരാണേത്? തുബ്ബ. എല്ലാ രാജാക്കന്മാർക്കും ഫറോവ എന്ന് പറയും. മിസ്ർ ഭരിക്കുന്ന, ഈജിപ്ത് ഭരിക്കുന്ന രാജാക്കന്മാരുടെ പേരാണ് എന്ത്? ഫറോവമാർ. ഫറോവയുടെ ബോഡി കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇതുപോലെ മിസ്ർ ഭരിക്കുന്ന രാജാക്കന്മാരുടെ പേരാണ് തുബ്ബ എന്ന് പറയുന്നത്. ഈ തുബ്ബയിൽപ്പെട്ട അസ്ഹാബുൽ ഹമീരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം മദീനയിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ആഫ്രിക്കയിലേക്ക് ലോകം കീഴടക്കി മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ മദീനയിലൂടെ സഞ്ചരിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത് നല്ല ഭൂമിയാണല്ലോ, എന്റെ മകനെ ഭരണാധികാരിയാക്കി ഇവിടെ നിയമിക്കാമെന്നോർത്ത് മകനെ അവിടെ ആക്കിയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പോയി ആഫ്രിക്കയിലേക്ക് യാത്ര പോയത്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ മകൻ, അമീറാക്കിയ മകൻ, ഏതോ ഒരു അറബിയുടെ ഏതോ ഒരാളുടെ ഈത്തപ്പനയുടെ മരത്തിന്റെ മുകളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചത് കേട്ടപ്പോ അറബികൾക്ക് സ്വഭാവമുണ്ട്, പറ്റിയിട്ടില്ലെങ്കിൽ നന്നായി വേദനിപ്പിക്കും. അവർ പറഞ്ഞു, ഇന്നമസ്തമൻ അബ്ബർ, പരാഗണം നടത്തിയത് ഞങ്ങളാണ്, അതുകൊണ്ട് ഈ പഴം ഞങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആരാണെങ്കിലും ശരി, രാജാവാണെങ്കിലും ശരി, ഞങ്ങളെ പഴം പറിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു നല്ല ചമ്മട്ടി എടുത്തിട്ട് തലക്കങ്ങോട്ട് കൊടുത്തു. രാജാവിന്റെ മകൻ മരണപ്പെട്ടു. ഇത് കേട്ടപ്പോ ഏറ്റവും വിപ്ലവകാരിയായ അസ്ഹബുൽ ഹമീദ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇനി മദീനക്കാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് വന്നു. യുദ്ധം തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞ്, വലിയ സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. യുദ്ധം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭക്ഷണമൊക്കെ തീർന്ന്. അപ്പോൾ മദീനക്കാരെന്ത് ചെയ്തു എന്ന് വെച്ചാല്, പകല് മുഴുവൻ യുദ്ധം ചെയ്യും, രാത്രിയാകുമ്പോ രാജാവിന് ഭക്ഷണമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. ഈ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന മനുഷ്യന്മാർക്ക്, യുദ്ധം ചെയ്യുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമൂഹം, ഇതെന്തൊരു നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് രണ്ട് പണ്ഡിതന്മാർ അവിടെ ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഈ മദീന നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ നശിക്കുകയല്ലാതെ ഒരിക്കലും മദീന നശിക്കുകയില്ല. കാരണം അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന പ്രവാചകൻ, ഹിജ്റ പോകുന്ന ഭൂമിയാണ് മദീന. അതുകൊണ്ട് മദീന നശിപ്പിക്കാൻ നിങ്ങൾ കരുതിയാൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു. ഇതേ നല്ല മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, അപ്പൊ ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ആ പ്രവാചകന് വേണ്ട എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോ, ശ്രദ്ധിക്കണേ ഉമ്മമാരെ, ശ്രദ്ധിക്കണേ, അദ്ദേഹം പറയുകയാണ്, ആ 400 വരുന്ന നല്ല പണ്ഡിതന്മാരോട് അദ്ദേഹം മദീനയിൽ താമസിക്കുകയാണ്. 400 പണ്ഡിതന്മാരെ അവിടെ മദീനയിൽ താമസിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവസാനത്തെ പ്രവാചകൻ വരുമ്പോ ആ പ്രവാചകൻ താമസിക്കാൻ ഒരു വീട് ഞാൻ നിർമ്മിച്ചു വെക്കുകയാണ്. അവസാനം വരുന്ന പ്രവാചകനെ ജീവിക്കാൻ ഒരു വീട് ഞാൻ നിർമ്മിച്ചു വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു വീട് നിർമ്മിച്ചു വെച്ചു. 400ഓളം വരുന്ന പണ്ഡിതന്മാർ അവിടെ താമസിപ്പിക്കുകയാണ്. ആ പണ്ഡിതന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നേതാവിന്റെ കയ്യിൽ ഒരു കത്ത് തരാം. ഈ കത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്
ലോകത്തിന്റെ നേതാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വർഷം മുമ്പാണ്? 300 വർഷം മുമ്പ്. ആ പ്രവാചകൻ വരുമ്പോ നിങ്ങൾ ഈ കത്ത് കൊടുക്കണം, അദ്ദേഹത്തിനുള്ള വീട് അദ്ദേഹത്തിന് കൈമാറണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ്. മിൻ തുബ്ബ എന്ന് പറയുന്ന രാജാവ് ഇലാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വരാനിരിക്കുന്ന പ്രവാചകൻ എഴുതുന്ന കത്താണ്. അമ്മാ ബഅദു, നാമങ്ങൾക്ക് ശേഷം എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ വിശ്വസിച്ച ആളാണ്, നിങ്ങളെ കാണാതെ വിശ്വസിച്ച ഒരാളാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിങ്ങൾ എനിക്ക് ശുപാർശ ചെയ്യണേ എന്ന് തുടങ്ങുന്ന ഒരു കത്ത് എഴുതിയിട്ട് ആ നേതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് മദീനയിൽ 400 പണ്ഡിതന്മാരെ താമസിപ്പിച്ച് അതിന്റെ നേതാവിന്റെ കയ്യിൽ ഈ കത്തും കൊടുത്തിട്ടാണ് തുബ്ബ എന്ന് പറയുന്ന രാജാവ് അവിടെ നിന്ന് യാത്ര പോകുന്നത്. എവിടെ യാത്ര പോകുന്നത്? മദീനയിൽ നിന്ന് യാത്ര പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മദീനയിലെത്തുമ്പോ അള്ളാന്റെ ഹബീബ് മദീനയിലെത്തിയപ്പോ അല്ലെ, മദീനയിലേക്ക് പ്രവാചകൻ വരുന്ന സമയം ഇതൊരു വല്ലാത്ത സംഭവമാണ് അല്ലെ. ഈ തുബ്ബ കത്തെഴുതി വെച്ചു, വീട് റെഡിയാക്കിയൊക്കെ വെച്ചു. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്ന സന്ദർഭമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. ചില ആളുകളൊക്കെ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ഒരു സന്തോഷം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, മദീന ഏറെ സന്തോഷിച്ച ഒരു ദിവസം എന്നാണ്. മദീന പ്രകാശപൂരിതമായ ദിവസം ഏതാണ്? അത് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വന്ന ദിവസമാണ്. മദീനക്കൊരു വല്ലാത്ത സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കേട്ട സമയം മുതൽ മദീനക്കാരായ സ്വഹാബാക്കൾ അവര് പറയുകയാണ്, ഓരോ ദിവസവും അൻസാറുകളാകുന്ന സ്വഹാബാക്കൾ, മദീനയുടെ ആളുകൾ, മദീനക്കാർ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പുറത്തിറങ്ങും. എവിടെ പോയി നിൽക്കും? മക്കയിൽ നിന്ന് വരുന്ന പ്രവാചകനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം കാത്തിരുന്നു, അള്ളാന്റെ ഹബീബ് വന്നില്ല. രണ്ടാമത്തെ ദിവസവും കാത്തിരുന്നു, വന്നില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ കാത്തിരുന്നു. ഉച്ചവരെ ഹബീബിനെ കാത്തിരിക്കുകയാണ് മദീന നിവാസികൾ. മക്കയിൽ നിന്ന് അള്ളാന്റെ ഹബീബും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു എന്ന് കേട്ടപ്പോ ഇവരിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അങ്ങനെ മദീനയിൽ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഉച്ച സമയത്ത് ജൂതനായ ഒരാൾ വിളിച്ചു പറയുകയാണ്, യാ ബനീ ഖൈല ഹാദാ ജദ്ദുകും, ഖൈല നിവാസികളെ, ഖൈലയുടെ സന്താനങ്ങളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ അതാരാണ്? റസൂലുള്ളാഹി കടന്നു വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ്. അങ്ങോട്ട് കേട്ടപ്പോ മദീന ഇളകി മറിയുകയാണ്. 500ഓളം വരുന്ന അൻസാറുകൾ ഓടിക്കൂടുകയാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. സ്ത്രീകളൊക്കെ വീടിന്റെ മച്ചിന്റെ മുകളിൽ കയറി നിന്ന് കാത്തിരിക്കുകയാണ്. കുട്ടികളാണെങ്കിലോ ദഫുമായി പുറപ്പെടുകയാണ്. ലോകത്ത് വല്ലാത്ത സന്തോഷം കൊണ്ട് മദീന നിവാസികൾ പുറത്തിറങ്ങുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ വരുമ്പോ മദീനയിലെ കുട്ടികൾ റോഡ് നിറഞ്ഞു നിൽക്കുന്നു, ആളുകൾ റോഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ചു പാടുകയാണ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് അവരിങ്ങനെ പാട്ടുപാടുകയാണ്. എല്ലാവരും പാട്ടുപാടി സ്വീകരിക്കാൻ വന്നപ്പോൾ സഹാബി പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരു തണലിൽ ഇങ്ങനെ പ്രവാചകൻ നിൽക്കുന്നുണ്ട്, നബിയും നിൽക്കുന്നുണ്ട്, സിദ്ദീഖുൽ അക്ബർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആരും നബിയെയും കണ്ടിട്ടില്ല, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അതുകൊണ്ട് ആരാണ് പ്രവാചകൻ എന്ന് ഞങ്ങൾക്ക് പലർക്കും അറിയില്ല. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു, മുമ്പിലിരിക്കുന്നതാണോ പ്രവാചകൻ, പിന്നിലിരിക്കുന്നതാണോ പ്രവാചകൻ? അങ്ങനെ വെയിലിലേക്ക് എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടമെടുത്തിട്ട് പ്രവാചകന്റെ മുകളിൽ ഇട്ടുകൊടുക്കുന്നത് കണ്ടപ്പോഴാണ്, ഇതാണ് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എല്ലാവരും കൂടി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നു. അവിടെയാണ് അവർ പാടിയത്,
ബദ്റു അലൈനാ എന്ന് തുടങ്ങുന്ന ആ കവിത പാടിയിട്ട് ലോകത്തിന്റെ ഇഷ്കിന്റെ വരികൾ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇഷ്കിന്റെ കാവ്യം, ലോകം ഒരിക്കലും മറക്കാത്ത കാവ്യം, തലാൽ ബദ്റു പൂർണ്ണചന്ദ്രൻ ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന കാവ്യം ആലപിച്ച് അല്ലാഹുവിന്റെ ഹബീബിനെ മദീനയിലേക്ക് സ്വീകരിച്ച ദിവസത്തേക്കാൾ മദീന സന്തോഷിച്ച ഒരൊറ്റ ദിവസവുമില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ പറയുകയാണ്. അന്നാണ് അവർ ഏറ്റവും അധികം സന്തോഷിച്ചത്. ഇത് കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും കൂടി കുറെ കുട്ടികളൊക്കെ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ചെന്നു. ദഫ് മുട്ടിയിട്ട് പാട്ടുപാടി വന്നിട്ട് ദഫ് മുട്ടിയിട്ട് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ പരുന്നജാറിന്റെ കുട്ടികളാണ്, ഞങ്ങൾക്ക് കിട്ടിയ കൂട്ടുകാരൻ ഹബീബിനെ എന്തൊരു നല്ല കൂട്ടുകാരനാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ കുട്ടികളോട് ചോദിച്ചു, അത്തുഹിബ്ബൂനനി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടാണോ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാഹി ഇന്നി ഉഹിബ്ബുക്കും, എനിക്ക് നിങ്ങൾ അതിലേറെ ഇഷ്ടമാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഇങ്ങനെ മദീനയിൽ വന്നപ്പോ എവിടെ താമസിക്കണം, എല്ലാവരും ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും. നബിയെ, എന്റെ വീട്ടിൽ താമസിക്കുമോ, എന്റെ വീട്ടിൽ താമസിക്കുമോ എന്ന് ചോദിച്ചവരിങ്ങനെ കൂടെ കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദറൂ, എന്റെ ഒട്ടകത്തിന്റെ പിടിക്കരുത്, ഈ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നതെങ്കിൽ അവിടെയാണ് ഞാൻ താമസിക്കുക. ഈ ഒട്ടകം അള്ളാന്റെ കൽപ്പന അനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒട്ടകം എവിടെ മുട്ടുകുത്തിയോ അവിടെ ഞാൻ താമസിക്കും. ഈ ഒട്ടകം ഇങ്ങനെ കറങ്ങി ആദ്യം അബുവായി കുറെ വീടിന്റെ മുമ്പിൽ മുട്ടുകുത്തും, പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും പോകും. അങ്ങനെ പോയി അവസാനം അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലെത്തുകയാണ്. അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലെത്തുമ്പോ വീട്ടിൽ മുട്ടുകുത്തി, പ്രവാചകൻ ഇറങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും എഴുന്നേറ്റ് വീണ്ടും ഒരു ചുറ്റിക്കറങ്ങി. രണ്ടാമതും അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് മുട്ടുകുത്തിയപ്പോ അബൂ അയ്യൂബുൽ അൻസാരി വന്നിട്ട് പ്രവാചകന്റെ ലഗേജുകളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോവുകയാണ്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആലോചിക്കണം, എന്തേ അബൂ അയ്യൂബുൽ അൻസാരിന്റെ വീട്ടിന്റെ മുമ്പിൽ മുട്ടുകുത്താൻ കാരണം? ഈ വീടാണ് തുബ്ബ എന്ന് പറയുന്ന രാജാവ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുബ്ബ എന്ന് പറയുന്ന രാജാവിലൂടെ 300 വർഷം മുമ്പ് ഹബീബിന് താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചു വെച്ച വീടാണ്. ഏത് വീട്? അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേതാവ് ആ ഹബീബിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഹബീബിന്റെ ജന്മദിനം ഉള്ള ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്തി നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്ന്, ഹബീബിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവണം. നമ്മൾ പഠിക്കണം. പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല, അള്ളാന്റെ ഹബീബിനെ പഠിച്ചിട്ടില്ല. ഹബീബ് വന്നതുകൊണ്ട് മദീനക്കാരെ ഏറ്റവും സന്തോഷിച്ചത് റസൂലുള്ളാഹി വന്നപ്പോഴാണ്. ഏറ്റവും ദുഃഖിച്ചതോ അള്ളാന്റെ ഹബീബ് വഫാത്തായപ്പോഴാണ്. പലരും ബോധരഹിതരായി വീണു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, ആരെങ്കിലും ഹബീബെങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാൾ കൊണ്ട് അവന്റെ തലയറുക്കുമെന്ന് പറയാനുള്ള കാരണം അതോ ഹബീബിനോടുള്ള അമിതമായ സ്നേഹമാണ്. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ആ മദീന വീണ്ടും ഒരു പൊട്ടിക്കരഞ്ഞ ദിവസമുണ്ട്. ആ പൊട്ടിക്കരഞ്ഞ ദിവസം എന്നു വെച്ചാൽ ആ ഹബീബിന്റെ ശബ്ദം കേട്ടിട്ട് ബാങ്ക് കൊടുക്കുമ്പോഴാണ്. പിന്നെ മദീന പൊട്ടിക്കരഞ്ഞ ദിവസം മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി വഫാത്തായപ്പോൾ അദ്ദേഹം കുറെ ദൂരെ പോയി താമസിക്കുകയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്നിട്ട് ചോദിച്ചു, അല്ല ബിലാലെ, മഹാദിഹിൽ ജഫ്വതു യാ ബിലാൽ, ബിലാലെ, ഇതെന്തു പിണക്കമാണ്, എന്റെ മദീനയിലേക്കൊന്നും വരുന്നില്ലേ എന്ന് ആര് ചോദിച്ചു? റസൂലുള്ളാഹി എങ്ങനെ ചോദിച്ചു? സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, ബിലാലെ, ഇതെന്തൊരു പണക്കാണ്, നിങ്ങൾ എന്താ എന്റെ മദീനയിൽ വരാത്തത്? അള്ളാന്റെ ഹബീബില്ലാത്ത മദീനയിൽ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തിട്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടുപോയത്. വന്ന ഉടനെ
റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ ഹസനും ഹുസൈനും ഓടി വന്നിട്ട് പറഞ്ഞു, അല്ല ബിലാൽ തങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ പൂങ്കുയിലായിരുന്നു നിങ്ങൾ, ഒന്ന് ബാങ്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കഴിയില്ല. പക്ഷേ അള്ളാന്റെ ഹബീബിന്റെ മക്കൾ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കുമോ? ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിനാരത്തിൽ കയറിയിട്ട് ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ബാങ്ക് തുടങ്ങിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും കഴിഞ്ഞിട്ട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് മുഹമ്മദൻ എന്ന് പറഞ്ഞ ഉടനെ തന്നെ മഹാനായ ബിലാൽ അങ്ങ് പൊട്ടിപ്പോവുകയാണ്. മദീനയുടെ ബാങ്ക് ബിലാൽ, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ബാങ്ക് കൊടുത്തിരുന്ന ബിലാൽ മദീനയുടെ മിമ്പറിൽ പള്ളിയിൽ കയറിയിട്ട് ബാങ്ക് കൊടുക്കുന്നത് കേട്ടപ്പോ മദീനക്കാരായ പുരുഷന്മാരും സ്ത്രീകളും പുറത്തിറങ്ങി. അവര് ഞെട്ടിപ്പോയി. അള്ളാന്റെ ഹബീബ് തിരിച്ചു വന്നോ? റസൂലുള്ളാഹിന്റെ പൂങ്കുയിലാകുന്ന ബിലാലാണല്ലോ ബാങ്ക് കൊടുക്കുന്നത്. എന്തു സംഭവിച്ചു എന്നറിയാതെ മദീന മുഴുവൻ ഇങ്ങനെ തരിച്ചു നിൽക്കുമ്പോഴാണ് അള്ളാന്റെ ഹബീബിന്റെ പേരങ്ങ് പറഞ്ഞപ്പോ ബിലാൽ അങ്ങ് കരയാൻ തുടങ്ങി. മദീന പൊട്ടി കരയാൻ തുടങ്ങി. മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങി. ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വഅശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു കരഞ്ഞ് ബിലാൽ ആ മിനാരത്തിന്റെ മുകളിൽ ഇറങ്ങുകയാണ്. ഇതാണ് അവരുടെ ഹബീബിനോടുള്ള മഹബത്തെങ്കിൽ, അവരുടെ സ്നേഹമെങ്കിൽ നമ്മൾ ആഖിർ സമാനിന്റെ ആളുകളാ, അവസാന കാലഘട്ടത്തിന്റെ ആളുകളാ, ഈമാൻ തെറ്റിപ്പോകുന്ന കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് ആ ഹബീബിന്റെ മഹബത്ത് നമുക്കുണ്ടാവണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കണം, നമ്മുടെ സന്താനങ്ങൾക്ക് പഠിപ്പിക്കണം. അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, കുട്ടികളെ നമ്മൾ വായിപ്പിക്കേണ്ടത്, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് മായാവി കഥകളോ മറ്റേതെങ്കിലും സീരിയലുകളോ അല്ല. നമ്മൾ പഠിപ്പിക്കേണ്ടത് ഹബീബിന്റെ കഥകളാണ്, പ്രവാചക ചരിത്രങ്ങളാണ്, പ്രവാചകന്റെ ജീവിതമാണ്. ആ ജീവിതം അവർ വായിക്കട്ടെ, ആ പ്രവാചകന്റെ സ്വഭാവം പഠിക്കട്ടെ, ആ പ്രവാചകന്റെ ജീവിതം അവർ അനുധാവനം ചെയ്യട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോയാലാണ് നമ്മുടെ മക്കൾക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു 10 കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞുകൂടെ അല്ലേ? മുമ്പോടിക്ക കറക്റ്റ് നിർത്തല് അല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഹബീബിനെ കുറിച്ച് പറയാൻ കേൾക്കാൻ ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബിന്റെ മഹബത്ത് നിങ്ങൾ ഞാനിന്ന് മാത്രം പ്രസംഗിക്കുന്നതാണ്, ഇവിടെ എല്ലാ ദിവസവും പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലഭിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരവസരത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. 1 മുതൽ ഇന്ന് വരെ സ്വീകരണം നൽകിയവർക്ക്, സംഭാവന നൽകിയവർക്ക് ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് ദുആ ചെയ്താൽ മതി അല്ലേ? ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ്. വലിയ ഒരു പ്രവർത്തനമാണ് നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ധാരാളം ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാന്നുള്ളത് നമ്മളൊക്കെ